ഞാൻ ആജ്ഞ രവീന്ദ്രനിലേക്ക് പോവുകയാണ്. ആജ്ഞയുള്ളത് കൊച്ചിയിലാണ്. ഈ കൊച്ചിയിൽ മഴ പെയ്യുമ്പോഴുള്ള സാഹചര്യം നമുക്കറിയാമല്ലോ. കൊച്ചിയിൽ ഇന്നലെയൊക്കെ രാത്രി എടപ്പള്ളിയിൽ നിന്നുള്ള കാഴ്ചയൊക്കെ നമ്മൾ ന്യൂസ് 18 പങ്കുവച്ചിരുന്നു. അത്രമാത്രം ഒരു സ്വിമ്മിംഗ് പൂളിൽ എന്ന കണക്കെയാണ് ജനങ്ങൾ റോഡിലൂടെ, പ്രധാന റോഡിലൂടെ നടന്നു നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആജ്ഞ ഇപ്പോൾ എവിടെയാ? വെള്ളക്കെട്ടിന് മുന്നിൽ തന്നെയാണല്ലോ. എവിടെയാണ് സംഭവം? എങ്ങനെയുണ്ട്? മഴയൊക്കെ ആയിട്ട് നനഞ്ഞ് നല്ല അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു രാവിലെ? എന്താ നമ്മളിപ്പോ നമ്മുടെ ഓഫീസിന് മുന്നിലുള്ള കല്ലൂർ കത്രിക്കടവ് റോഡിൽ തന്നെയാണ്. ഇത് തന്നെ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. 2 വീലർ യാത്രക്കാർക്കോ അല്ലെങ്കിൽ 4 വീലർ യാത്രക്കാർക്കോ റോഡിലൊക്കെ കുഴിയുണ്ട്. അതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. രാവിലെ വലിയ ഗതാഗത കുരുക്കില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ മഴയാണ്. ഏതാണ്ട് 4 മണിക്കൂറോളം നിർത്താതെ പെയ്തു. ഇടയ്ക്കൊന്ന് ശമനമുണ്ടായെങ്കിലും ഇന്നൊരു വെളുപ്പിനെ 5 മണിയോടെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഈ പെയ്യുന്ന അതേ ഇന്റൻസിറ്റിയിൽ നിന്ന് പെയ്യുകയാണ് രാവിലെ മുതൽ. വെള്ളക്കെട്ടാണ് പലയിടത്തും. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഇടപ്പള്ളി, KSRTC റോഡ്, അതുപോലെ തന്നെ കളമശ്ശേരിയിലെ മുലപ്പാടത്ത് 20ഓളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. അതുപോലെ റോഡെല്ലാം കാന ഏതാണ്, റോഡ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വെള്ളമാണ്, കുഴികളാണ്. ആളുകൾ ഇന്നലെ അതിഭീകരമായ ഗതാഗത കുരുക്കായിരുന്നു ഇന്നലെ റോഡിൽ. ഇന്ന് രാവിലെ പക്ഷേ അത്ര വലിയ, എനിക്ക് തോന്നുന്ന ആളുകൾ പുറത്തിറങ്ങി തുടങ്ങാത്തൊരു സമയമായതുകൊണ്ടായിരിക്കാം അത്ര വലിയൊരു ഗതാഗത കുരുക്ക് രാവിലെ ഇല്ല. പക്ഷേ വെള്ളക്കെട്ടാണ്. പ്രത്യേകിച്ചും മഴക്കാലപൂർവ്വ ശുചീകരണം അത്ര കാര്യമായിട്ട് നടക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. പലയിടത്തും മാലിന്യങ്ങൾ രവിപുരത്തെന്നുള്ളതല്ല, രവിപുരത്ത് ഇപ്പം കൂടുതൽ തരത്തിൽ റോഡിലേക്ക് മാലിന്യം വന്നു. എന്നിരുന്നാലും ഇവിടെയൊക്കെ റോഡിലേക്ക് ഈ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയ രീതിയിൽ ഭക്ഷ്യ മാലിന്യങ്ങളൊക്കെ റോഡിലേക്ക് ഒഴുകി വരുന്ന സാഹചര്യങ്ങളുണ്ട്. നമുക്ക് 2 വീലറിലാണെങ്കിലും 2 വീലർ യാത്രക്കാർക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത തരത്തിൽ, പ്രത്യേകിച്ചും പകർച്ചവ്യാധികൾ നമുക്കറിയാം. മഞ്ഞപ്പിത്തമുള്ള ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ അതിഭീകരമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് എറണാകുളത്തുള്ളത്. വേങ്ങൂരിലുണ്ട്, കളമശ്ശേരിയിലുണ്ട്. അങ്ങനെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുള്ള ഒരു സിറ്റുവേഷനിൽ ആളുകൾ അങ്ങേയറ്റം ഭയചകിതരാണ് എന്ന് വേണം പറയാൻ. കാരണം ഇത്രയേറെ മാലിന്യങ്ങൾ റോഡിലേക്ക് വരുന്നു, മലിനജലം ഒഴുകി വരുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകേണ്ടത് സാഹചര്യം. നമുക്ക് യാത്ര ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എത്തേണ്ടടുത്ത് എത്തേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലാണ് ആളുകളൊക്കെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്നൊരു സാഹചര്യം ഇപ്പോൾ മുന്നില്ല. മഴയത്ത് ഇറങ്ങിയേ പറ്റുള്ളൂ, ഈ വെള്ളത്തിലൊക്കെ ചവിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലാണ് എല്ലാവരും, കൊച്ചിയിലുള്ള എല്ലാവരും. അത് വേണം, നമുക്ക് വീടിനകത്ത് അടച്ചിരിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ കൊച്ചിയിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ എനിക്കൊന്ന് 2 ആഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൊച്ചിയിൽ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതിനുള്ള ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 30,000 രൂപ വീതം സർക്കാർ അതിന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അവരുടെ ഫണ്ടിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നും കണ്ടെത്തണം എന്നൊരു സാഹചര്യം കൂടി അദ്ദേഹം നമ്മുടെ മുന്നിൽ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്ന് വേണം വ്യക്തമാക്കാൻ. കാരണം പലയിടത്തും ഓടകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ട് റോഡിനോട് ചേർന്ന് റോഡ് ഏതാണെന്ന് മനസ്സിലാക്കാതെ ഇടറോഡുകളൊക്കെ വെള്ളത്തിലാണ്. ഈ മെയിൻ റോഡ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ വന്ന വഴിക്കൊക്കെ വെള്ളത്തിൽ മുങ്ങി നടക്കുന്ന കുഴി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് രാവിലത്തെ ഒരു സിറ്റുവേഷൻ പോലും. ഇന്നലത്തെ അവസ്ഥ, ഇന്നലെ നമുക്ക് ഇറങ്ങാനേ പറ്റാത്ത, റോഡിലേക്ക് ഇറങ്ങാനെന്ന കാര്യം ചിന്തിക്കാനേ പറ്റാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ ഇതൊക്കെയാണ് കൊച്ചിയിൽ നിന്നുള്ള കാഴ്ച. ശരിക്കും KSRTC റോഡൊക്കെ മുങ്ങിക്കിടക്കുകയാണ്. കാരണം നമുക്ക് മുട്ടറ്റം വെള്ളമാണ്. വെള്ളത്തിലൂടെ ഈ പറഞ്ഞതുപോലെ നീന്തി അപ്പുറത്തേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും കൊച്ചിയിലെ പല റോഡുകളിലുള്ളത്. ഇതിപ്പോൾ ഒരു റോഡല്ല, അല്ലെങ്കിൽ ഒരു ഭാഗമല്ല, കൊച്ചിയിലെ പല ഭാഗവും വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ്. ഇത് ശരിക്കും വൈറ്റില, കടവന്ത്ര ആ ഭാഗങ്ങളൊക്കെ, കല്ലൂര് ഭാഗങ്ങളൊക്കെ, പാലാരിവട്ടം, ഇടപ്പള്ളി ഈ ഭാഗങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കെട്ടിരിക്കുക. പൂർണ്ണമായും വെള്ളക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് ഒഴുകി പോകുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കുക എളുപ്പമല്ല. ഇപ്പോൾ ആജ്ഞ നിൽക്കുന്നത് ഈ കലൂർ
കത്തർക്കടവ് കടവന്ത്ര റോഡിലാണ്. അപ്പോൾ അവിടെ അത്രമാത്രം വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും മറ്റിടങ്ങളിൽ ഇന്നലെ നമ്മൾ കൊച്ചി കോർപ്പറേഷൻ മേയർ അനിൽകുമാറുമായി സംസാരിച്ചിരുന്നു ആജ്ഞ. അപ്പോൾ അനിൽകുമാറിനോട് ഈ വേണ്ടത്ര രീതിയിലുള്ള മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതല്ല അതിൻ്റെ ഒരു കാര്യം, ഇത് അതിതീവ്രമായിട്ടുള്ളൊരു മഴ എന്നുള്ളതാണ് അനിൽകുമാർ പറഞ്ഞത്. അപ്പോൾ അനിൽകുമാർ അതിന് പരിമിതിയുണ്ട് എന്ന് ഇന്നലെ രാത്രി വ്യക്തമാക്കിയിരുന്നു. തുടർച്ചയായി മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകുന്ന സാഹചര്യമല്ല കൊച്ചി നഗരത്തിലേത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, പനമ്പള്ളി നഗർ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നും മേയർ പറയുന്നു. ഒരു വിപുലമായിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു കനാൽ പദ്ധതി കൊണ്ടുവന്നാൽ മാത്രമേ കൊച്ചിയിൽ ഇത്തരത്തിലൊരു വെള്ളക്കെട്ടിന് പരിഹാരമാകുകയുള്ളൂ എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. 3:30 മണിക്ക് തുടങ്ങിയ മഴ ഏതാണ്ട് ഒരു 7:30 മണി വരെ നിർത്താതെ പെയ്തു. 4 മണിക്കൂർ തുടർച്ചയായിട്ട് പെയ്യുകയും 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈറ്റൈഡ് ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിൽ തന്നെ മറ്റേതൊരു നഗരത്തെക്കാൾ വ്യത്യസ്തമായി കൊച്ചിയിൽ വെള്ളക്കെട്ടിനുള്ള സാധ്യതകൾ കൂടുതലാണ്. MG റോഡ് നമുക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടെന്ന് കഴിഞ്ഞ വർഷം മുതൽ നമ്മളത് വളരെ ക്ലിയറായി കോടതിക്കും അത് ബോധ്യമുള്ളൊരു കാര്യമാണ്. കാരണം ആ ഡ്രെയിനകത്തേക്ക് അതിന്റെ ഫ്ലോ, ആ ഡ്രെയിനിന്റെ വെള്ളം, ഇതെല്ലാം പ്രശ്നമാണ്. അത് പണ്ട് KMRൽ പണിതൊരു ഡ്രെയിനാണ്. അത് പൊളിച്ചു പണിയണമെന്ന് നമ്മൾ PWDക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു. PWD അതിന് വേണ്ടി ശ്രമിച്ചെങ്കിലും അവർക്ക് എനിക്ക് തോന്നുന്നു അതിന്റെ ഫിനാൻസ് സാങ്ഷൻ ഒന്നും കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം MG റോഡിലുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, പനമ്പള്ളി നഗർ, ഇതുപോലെ പ്രദേശങ്ങളെല്ലാം, പനമ്പള്ളി നഗറിലൊന്നും ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. ഓക്കെ, ഇപ്പോൾ മേയർ പറഞ്ഞ കാര്യം അത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ ആ സമയത്ത്